തീഗോളമായി ഗസ. അതെ, ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവം ഗസയിൽ തുടരുന്നു. 4 ദിവസം ഹമാസിന് സമയം നൽകിയിരുന്നു ട്രംപ്. 4 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ ഉണ്ടാകണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ആ വെടിനിർത്തൽ ഹമാസ് അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തം. വെടിനിർത്തലിനില്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ ഈ മിസൈലിൻ്റെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശം വന്നതിന് ശേഷവും ഗസയിൽ ആക്രമണം തുടരുന്നു. അതുകൊണ്ട് ഹമാസിൻ്റെതായ രീതിയിൽ ചെറുത്തുനിൽപ്പിന് ശ്രമിക്കുന്നു. ഗസ തീഗോളമായി മാറിക്കഴിഞ്ഞു. വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും ഇസ്രായേൽ വേർതിരിച്ചു. 9 ലക്ഷം പേരാണ് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യവേ കുടുങ്ങിക്കിടക്കുന്നത്. വല്ലാത്ത ദുരന്തം അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നു. ഹമാസിൻ്റെ പ്രതിരോധം അവസാനിക്കുന്നില്ല എന്ന് അവർ മിസൈലുകളിലൂടെ തെളിയിച്ചു. അവരുടെ ആവശ്യം ശ്രദ്ധേയമാണ്. ഇസ്രായേൽ സൈന്യം പരിപൂർണമായി അവിടെ നിന്ന് പിൻവാങ്ങുക. എങ്കിൽ മാത്രമേ വെടിനിർത്തലിന് സാധ്യതയുള്ളൂ എന്ന് ഹമാസ് പലകുറി പറഞ്ഞിരുന്നു. എന്തായാലും ഹമാസിൻ്റെ പ്രതിരോധം കുറഞ്ഞു വരികയാണ് എന്നത് ശ്രദ്ധേയം. എന്നിട്ടും അവർ മിസൈലുകൾ അയച്ച് അവർ അതിജീവനത്തിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പാഠങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഹമാസിനെ സഹായിക്കാൻ പിന്നിൽ ആരുമില്ല. അറബ് രാജ്യങ്ങൾ ഗസയിൽ നടക്കുന്ന ആക്രമണത്തിനെതിരായി സംയുക്ത സൈന്യത്തെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അറബ് രാജ്യങ്ങളെ ട്രംപ് കയ്യിലെടുത്തു. അറബ് രാജ്യങ്ങളിൽ ഖത്തറിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം. ഖത്തറിനെ ട്രംപ് അതിവിദഗ്ധമായി കയ്യിലെടുത്തു. ഖത്തറിലേക്ക് ഇനി ഒരു രാജ്യം ആക്രമണം നടത്തിയാൽ അത് ആ രാജ്യം അമേരിക്കയുടെ ശത്രുരാജ്യമാകുമെന്നും ഖത്തറിന് വേണ്ടി അമേരിക്ക തിരിച്ചടിക്കുമെന്നും പറഞ്ഞതോടെ ഖത്തർ അമീർ ഒതുങ്ങി. ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ ഗസയിൽ നടക്കുന്ന ആക്രമണത്തെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഹമാസ് ആകട്ടെ തങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു, തങ്ങളുടെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നു. വെടിനിർത്തലിനില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ അവസാനത്തുള്ളി ചോര വീഴുന്നതുവരെ യുദ്ധരംഗത്തുണ്ടാകുമെന്ന് അവർ പറയുന്നു. അവർ പോരാളികളാണ്. പോരാളികളുടെ വിസ്മയിപ്പിക്കുന്ന ആത്മധൈര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇസ്രായേൽ കരസൈന്യത്തിന് നേരെ വടക്കൻ ഗസയിൽ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഗറില്ല ആക്രമണമാണ് ഹമാസ് നടത്തിയത്. എന്തായാലും ഗസ തീഗോളമായി മാറിക്കഴിഞ്ഞു. ഗസയിൽ ഇപ്പോൾ ബഹുനില കെട്ടിടങ്ങൾ ഒന്നുമില്ല. ഗസയെ നവീകരിക്കാൻ ഇനി അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് എത്തും. അവിടെ കൊളോണിയൽ ഭരണം ഉണ്ടാകും, ഇസ്രായേലിൻ്റെ നേതൃത്വത്തിലുള്ള. അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അവസാന ശ്വാസം വരെയും പോരാടാനുള്ള ഹമാസിൻ്റെ പോരാട്ട വീര്യം അത് ലോകത്തിന് പാഠമായി മാറുകയാണ്. ഗസ എന്ന് പറയുന്നത് അമേരിക്ക പോലെയല്ല, ഒരു ചെറിയ ഇറാൻ പോലെയല്ല, അമേരിക്ക പോലെയല്ല, ഇറാൻ പോലെയല്ല, ഒരു ചെറിയ പ്രദേശമാണ്. പലസ്തീൻ്റെ കീഴിലുള്ള ചെറിയൊരു പ്രദേശം. ആ പ്രദേശത്തെ പോരാളികളാണ് ഇങ്ങനെ വീറോടെ ചെറുത്തു നിൽക്കുന്നത്. അവരുടെ കയ്യിലുള്ള അവസാന ആയുധം തീരും വരെ, അവരുടെ അവസാനത്തെ ആളും മരിച്ചു വീഴും വരെ അവർ യുദ്ധം തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വെടിനിർത്തലില്ലെന്ന് ഹമാസ് പ്രഖ്യാപിക്കുമ്പോൾ ഗസയിലെ ജനങ്ങളുടെ ദുരിതവും വർദ്ധിക്കുകയാണ്. വെടിനിർത്തലില്ലെന്ന് ഹമാസ് പറഞ്ഞതിൽ കാരണമുണ്ട്. വെടിനിർത്തൽ ആഹ്വാനം ചെയ്ത ശേഷം ട്രംപും നെതന്യാഹുവും ചേർന്ന് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതിന് ശേഷം ഭീകരമായ ആക്രമണമാണ് നടത്തിയത് നെതന്യാഹു. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഭീകരമായ ആക്രമണം. വെടിനിർത്തുന്നതിന് മുമ്പ് ഗസയെ കീഴടക്കുക എന്ന രീതിയിലാണ് നെതന്യാഹുവിൻ്റെ പോക്ക്. എന്തായാലും വലിയ ഒരു സർവനാശത്തിലേക്ക് ഗസ എന്ന സിറ്റി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ സിറ്റി, ഏറ്റവും അത്യന്താധുനികമായ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്ന സിറ്റി, നല്ല ദേവാലയങ്ങൾ ഉണ്ടായിരുന്ന സിറ്റി, ആ സിറ്റിയാണ് ഇപ്പോൾ തീഗോളമായി മാറിയിരിക്കുന്നത്.